ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹമാസിനെ വകവരുത്താൻ നടത്തുന്ന ഉഗ്ര ബോംബിങ്ങും ഷെല്ലിങ്ങും ദിവസവും നൂറുകണക്കിന് പലസ്തീനികളെയാണ് കൊന്നൊടുക്കുന്നത്. ഇതിന് മറുപടിയായി ഇറാൻ പിന്തുണയുള്ള ഭീകരർ ലെബനനിലും സിറിയയിലും നിന്ന് പ്രത്യാക്രമണം തുടങ്ങിയത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. ഈ വാർത്തയോടെ പ്രഭാത കേരളം പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. ലോകമാകെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ യുദ്ധം കഴിയുമ്പോൾ ഇസ്രായേൽ ആക്രമണത്തിന്റെ ബാക്കിയായി ഗാസ എന്നൊരു ഭൂപ്രദേശം ബാക്കിയുണ്ടാകുമോ എന്നാണ്. തിരക്കേറിയ ജനവാസ മേഖലകളും ആശുപത്രികളും എല്ലാം ബോംബാക്രമണത്തിലും ഷെല്ലാക്രമണത്തിലും തകർന്ന വാർത്തകൾ നമ്മൾ ദിവസങ്ങളായി കണ്ടും കേട്ടുമിരിക്കുന്നു. കാണുന്ന കാഴ്ചകളെല്ലാം കരളലിയിപ്പിക്കുന്നത് തന്നെ. അമേരിക്കയുടെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചു നടത്തുന്ന ഈ ഉഗ്ര ആക്രമണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഇതിന് മറുപടിയായി ഇറാൻ പിന്തുണ നൽകുന്ന ഭീകര ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു നിയന്ത്രണമുണ്ടായില്ലെങ്കിൽ സാഹചര്യം വലിയ അപകടത്തിലേക്കായിരിക്കും പോകുന്നതെന്നാണ് വിലയിരുത്തൽ. വരും നാളുകളിൽ യാതൊന്നും നോക്കാതെ യുദ്ധം ചെയ്യാനാണ് സൈന്യത്തോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെടുന്നത്. അതായത് ഹമാസുകാരെ തേടി എവിടെയും എത്താനും ആക്രമിക്കാനുമാണ് നിർദ്ദേശം. കടുത്ത ആക്രമണത്തെ തുടർന്ന് വീട് നഷ്ടപ്പെട്ടവർ താമസിക്കുന്ന മധ്യ ഗാസയിലെ ക്യാമ്പുകൾ വരെ ആക്രമിക്കാനും നെതന്യാഹു അനുമതി നൽകി. ആക്രമണം രൂക്ഷമാക്കുന്നതിന് മുന്നോടിയായി ഗാസയിലെ സകല ആശയവിനിമയ സംവിധാനങ്ങളും നിശ്ചലമായ അവസ്ഥയിലാണ്. വടക്കൻ ഗാസയിലും തെക്കൻ പട്ടണമായ ഖാൻ യൂനിസിലും നടത്തിയ ഉഗ്ര ആക്രമണത്തെ തുടർന്ന് വീടുകളും സ്വത്തും നഷ്ടമായ പലസ്തീനികൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് മധ്യ ഗാസയിലാണ്. ഇവിടെയുള്ള ക്യാമ്പുകളിലേക്കാണ് ഹമാസിനെ നിഗ്രഹിക്കാനായി ഇപ്പോൾ ഇസ്രയേലി സൈന്യം നീങ്ങുന്നത്. ഇതുവരെ ഗാസയിൽ 21,000 പേർ മരിച്ചെന്നാണ് കണക്കുകൾ. ഇതിൽ 2/3 കുട്ടികളും സ്ത്രീകളുമാണ്. ചൊവ്വാഴ്ച മാത്രം 240 പേരാണ് മരിച്ചത്. ക്രിസ്മസ് രാത്രിയിൽ മധ്യഗാസയിൽ നടത്തിയ ബോംബിംഗിൽ 100 പലസ്തീനികളും മരിച്ചു. ഇസ്രയേലി ഷെല്ലിങ്ങും ബോംബിംഗും നസ്രയത്ത്, മഗാസി, ബുറേജി ക്യാമ്പുകൾ ഏതാണ്ട് മുഴുവനായും തകർത്തതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഞായറാഴ്ച രാത്രി മുതൽ നിർത്താതെയുള്ള ബോംബാക്രമണമാണ് നടക്കുന്നത്. ഏതാണ്ട് 90,000 പേരാണ് ഇവിടെ അഭയം തേടി എത്തിയിട്ടുള്ളത്. ഭൂരിഭാഗവും വടക്കൻ ഗാസയിൽ നിന്നുള്ളവർ. ഇവർക്ക് അഭയമൊരുക്കിയ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ബുറേജി ഹമാസിന്റെ പരിശീലന കേന്ദ്രമാണെന്ന് ആരോപിച്ചാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ ഇസ്രയേലിന്റെ ആക്രമണം. ഹമാസുകാരെ ലക്ഷ്യമിട്ടെന്ന പേരിൽ സാധാരണക്കാരായ പലസ്തീനികളെ കൊന്നൊടുക്കുകയാണെന്നാണ് ആക്ഷേപം. യുദ്ധം എത്ര കടുപ്പിച്ചാലും പലസ്തീനികൾ മനുഷ്യത്വപരമായ പരിഗണന അർഹിക്കുന്നുണ്ടെന്നും മനുഷ്യത്വപരമായ സഹായം എത്തിക്കാൻ വഴിയൊരുക്കണമെന്നും US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സള്ളിവനും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം UN ഉദ്യോഗസ്ഥർക്കുള്ള വീസയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ഇസ്രയേൽ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഹമാസിന്റെ പക്ഷം ചേരുന്നുവെന്ന് ആരോപിച്ചാണ് UN ഉദ്യോഗസ്ഥർക്കെതിരായ നീക്കം. വീസ നിയന്ത്രണം വന്നാൽ അത് ഗാസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തിക്കുന്നതിനെ തടസ്സപ്പെടുത്തുമെന്നും ആശങ്കയുണ്ട്. നിലവിൽ ആശയവിനിമയ സംവിധാനങ്ങൾ പാടെ തകർന്നതോടെ ഭൂരിഭാഗം പലസ്തീനികളും ഓഫ് ലൈനിലായിരിക്കുകയാണ്. അഭയകേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചു തുടങ്ങിയതോടെ ഇറാനും പടക്കോപ്പുകൾ ഒരുക്കുകയാണ്. ഹിസ്ബുള്ള അടക്കം ഈ മേഖലയിലുള്ള ഇറാൻ പിന്തുണയ്ക്കുന്ന തീവ്രവാദി സംഘങ്ങൾ ഇസ്രയേലിനെതിരെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇതൊട്ടും നല്ല സൂചനയല്ല. ഇറാഖിലെ ഇർബിലിലുള്ള US താവളം ഇറാൻ പിന്തുണയുള്ള ഭീകരർ കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരുന്നു. ഇതിനു മറുപടിയായി US സൈന്യം ഈ ഭീകരർക്ക് നേരെയും ആക്രമണം നടത്തി. ഇപ്പോൾ കുറച്ചു ദിവസമായി ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പതിവാണ്. ലെബനൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള പലവട്ടം ഇസ്രയേലി സൈന്യത്തെ ലക്ഷ്യമിട്ട് മിസൈലുകൾ തൊടുത്തിരുന്നു. ലെബനൻ അതിർത്തിയിൽ ഇസ്രയേൽ വ്യോമാക്രമണവും നടത്തി. വടക്കൻ ഇസ്രയേലിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിക്ക് നേരെയും ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരുന്നു. ചെങ്കടൽ പാതയിൽ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങളും ഇസ്രയേലിനെയും അമേരിക്കയെയും ലക്ഷ്യമിട്ടുള്ളതാണ്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് യുദ്ധം ഇസ്രയേലിൽ നിന്നും ഗാസയിൽ നിന്നും പുറത്തുപോയിരിക്കുന്നു എന്ന് തന്നെയാണ്. ലെബനനിലും സിറിയയിലും എപ്പോൾ വേണമെങ്കിലും ഇസ്രയേൽ ഒരു പ്രത്യാക്രമണം നടത്തിയാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. ഹൂതി വിമതരുടെ കപ്പലാക്രമണങ്ങളെ എങ്ങനെ ഇസ്രയേലും അമേരിക്കയും കൈകാര്യം ചെയ്യുമെന്നതും പ്രധാനമാണ്. ചെങ്കടലിനു മുകളിൽ ശക്തമായി വരുന്ന ഒരു വ്യോമ ഏറ്റുമുട്ടൽ സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം 12 ഡ്രോണുകളും 3 കപ്പൽവേധ മിസൈലുകളും 2 ക്രൂസ് മിസൈലുകളുമാണ് US സേന തകർത്തത്. ഇതെല്ലാം ഹൂതികൾ തൊടുത്തതായിരുന്നു. ഇസ്രയേലിന്റെ വാദമെല്ലാം ഹമാസുകാർ സാധാരണക്കാരായ പലസ്തീനികൾക്കിടയിൽ അവരെപ്പോലെ ജീവിക്കുന്നു എന്നാണ്.
അതുകൊണ്ടാണ് ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടത്തേണ്ടി വരുന്നത്. പലസ്തീനികൾ ഹമാസിന് സഹായം ചെയ്യുന്നതിന് അവർക്ക് മരണമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ലെന്നും ഇസ്രയേൽ പറയുന്നു. പലയിടത്തും മൃതശരീരങ്ങൾ കൂട്ടിയിട്ട് സംസ്കരിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഒക്ടോബർ 7-ന് ആരംഭിച്ച യുദ്ധം ഇന്നുവരെ ഉണ്ടാകാത്ത തരത്തിലെ ഏറ്റുമുട്ടലുകളായി പരിണമിച്ചെന്നാണ് റിപ്പോർട്ടുകൾ.